നമസ്കാരം. ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. മലയോര മേഖലയുടെ ശിലാകേന്ദ്രമാണ് ചെറുപുഴ പട്ടണത്തെ തിരക്കുറിയായി നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ആലക്കോട് പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ചെറുപുഴ JNUP സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് സിനിമാ താരം അനുശ്രീയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത്. ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ യെസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ചെറുപുഴയുടെ മണ്ണിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അനുശ്രീ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശരിക്കും അനുശ്രീയെ കുറിച്ച് നമ്മൾ എന്താണ് ചെറുപുഴക്കാരോട് പറയണതല്ലേ? ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നിരവധി ബ്യൂട്ടിഫുൾ ക്യാരക്ടേഴ്സ് മലയാളികൾക്ക് ആയാലും ഇനി മോഡേൺ ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം അനുശ്രീ അങ്ങനെ നമ്മുടെ ചെറുപുഴയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ വേദിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വാട്ട് യു ഹാവ് ടു സേ അനുശ്രീ? എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ചിങ്ങ 1. ഒരുപാട് സന്തോഷം ഈ ഒരു ദിവസം ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകാൻ വരാൻ കഴിഞ്ഞതിൽ, ചെറുപുഴക്കാരെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് അവരാണ് എന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത്, ഈ ഒരു നല്ല ദിവസത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നവരത്നയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു, ഓണാശംസകൾ നേരുന്നു. സോ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും, എല്ലാവർക്കും കാണാം, പരിചയപ്പെടാം. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തായാലും അനുശ്രീ ഇവിടെ എത്തിച്ചേർന്ന സ്ഥിതിക്ക് അങ്ങനെ ചുമ്മാ വിടാൻ വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ കുറേ അധികം റിക്വസ്റ്റ് എന്നോട് ഡയലോഗ് നമുക്ക് വേണ്ടി 1-2 ഡയലോഗ് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രേട്ടൻ എവിടെയാ എന്നുള്ള ഒരു ചോദ്യം എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും 1-2 ഡയലോഗ്സ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ പറയാമോ എന്ന് നേരത്തെ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓഡിയൻസിനൊക്കെ കാണുമ്പോൾ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന 1-2 ഡയലോഗ്സ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലീസ്. ഞാൻ സിനിമയിൽ വന്നിട്ടൊരു 14 വർഷമായി. അപ്പോൾ എപ്പോഴും എന്നെ ആൾക്കാർ ഓർക്കുന്നതും ഞാൻ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ പറയുന്നതും എപ്പോഴും ഒന്നുകിൽ ചന്ദ്രേട്ട എവിടെയാന്നുള്ളതും അല്ലെങ്കിൽ അരുണേട്ട ഐ മിസ് യു ആണ്. അപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടും നമ്മൾ കുറേ മുന്നേ ചെയ്ത ആ മൂവിയുടെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഓർത്ത് നമ്മളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. സോ മിക്കയിടത്തും പോകുമ്പോൾ അത് പറയാറുണ്ട്, ഹലോ ചന്ദ്രേട്ടൻ എവിടെയാ? ഇതുണ്ട്. പിന്നെ കോളേജിൽ പോകുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, അരുണേട്ട ഐ മിസ് യു. കുറേ അരുണേട്ടന്മാർ എനിക്ക് ലൈക്ക് നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ കുറേ അരുണ് പേരുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ വന്ന് പറയാറുണ്ട്, വല്ലാത്തൊരു പണിയാണ് ചേച്ചി തന്നതെന്നുള്ളത്. കാരണം കുറേ ആൾക്കാർ അവരെ ഇങ്ങനെ കളിയാക്കും. അല്ലെങ്കിൽ ആ അരുണേട്ടൻ എന്ന് പറയുമ്പോൾ ഡയമണ്ട് നെക്ലേസിൽ അരുണേട്ടനായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് കുറേ അരുൺമാരും പറയാറുണ്ട്. സോ താങ്ക് യു. എന്നാലും ഡയമണ്ട് നെക്ലേസ് അനുശ്രീയുടെ ലൈഫിൽ വലിയൊരു വഴിത്തിരിവായിട്ടുള്ളൊരു സിനിമയാണ്. നമ്മുടെ നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലായിട്ട് ഇവിടെ വന്ന അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രേം പാറ്റ എന്നാണ് മൂവിയുടെ പേര്. ആമിർ പള്ളിക്കലാണ് ഡയറക്ടർ. നമ്മുടെ ഐഷ എന്ന് പറഞ്ഞ മഞ്ജു ചേച്ചിയുടെ മൂവിയൊക്കെ ചെയ്ത ഡയറക്ടറാണ്. ആമിർ പള്ളിക്കലിൻ്റെ പ്രേം പാറ്റയാണ് മൂവി. അതിൻ്റെ ഡബിംഗ് ഒക്കെ ജസ്റ്റ് കഴിഞ്ഞു. ഒക്ടോബർ ഒരു മിഡിൽ ഒക്കെയാണ് ഇപ്പോൾ ഡേറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞതുപോലെ 14 വർഷം തന്ന സപ്പോർട്ടും സ്നേഹവും ഇനിയും മുന്നോട്ട് ഉണ്ടാവണം. ബിക്കോസ് നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടെന്ന് പറയുന്നത്. സോ ഈ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇനിയുള്ള വർഷങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീം ഇവിടെ നമ്മുടെ ഗണേശേട്ടനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. നവരത്ന ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അതിൻ്റെ ഗണേശേട്ടൻ എല്ലാവിധ സപ്പോർട്ടും തരുന്ന എല്ലാവിധ കൈത്താങ്ങും തരുന്ന മിസ്സസ്സാണ് ഇത് മനീഷ ചേച്ചി. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് ബൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഫാമിലിയും മുന്നോട്ടേക്ക് വന്ന് നമുക്കൊരു ഉഷാര കൈയ്യടി കൊടുക്കാമല്ലോ. കാരണം നവരത്ന ഫാമിലിയിലേക്കുള്ളൊരു സ്വാഗതമാണ് കേട്ടോ. അത് തന്നെ ബൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലേക്കുള്ളൊരു സ്വാഗതം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ നൽകുകയാണ്.
ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് അനുശ്രീ, അടുത്തതായിട്ട് ഇനി ഒഫീഷ്യലിലേക്ക് അവർ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. കാരണം ഇത്രയും വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നവരത്നയ്ക്ക് നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കറക്റ്റ് ഒരു ജഡ്ജ്മെന്റ് അവർക്ക് എന്തായാലും ഉണ്ടാവും. പോകെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ദിവസങ്ങളിൽ സ്വർണത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും എത്ര വില കൂടിയാലും നമ്മൾ അതൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓർണമെന്റ്സിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപുഴക്കാർക്കും മറ്റെല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആഭരണങ്ങളെല്ലാം നവരത്നയ്ക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ഈശ്വര അനുഗ്രഹവും ഉണ്ടാവട്ടെ. പുതിയ ബ്രാഞ്ചുകൾ ഇനിയും മുന്നോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നവരത്നയ്ക്ക് കഴിയട്ടെ. സോ എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വരാൻ കഴിഞ്ഞതിലും അത് ചെയ്യാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം. സോ നമുക്ക് ആ ഒരു ചടങ്ങിലോട്ട് താങ്ക് എന്താണെന്നറിയോ, ഇതൊരു റിങ്ങാണ്, ഫിംഗർ റിങ്ങാണ്. സോ ഏകദേശം 10 crore വാല്യൂ ഉള്ളൊരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡ് ചെയ്തൊരു റിങ്ങാണ് ഇത്. നവരത്നയിൽ എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നിട്ട് ഏറ്റവും
എന്താ പ്രഷ്യസ് ആയിട്ട് തോന്നിയ ഒരു റിങ്ങാണിത്. സോ ഇത് കണ്ടാൽ ഇങ്ങനെ ഞാൻ മോതിരമാണോ ഇട്ടിരിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഓക്കെ, എനിക്ക് ഇവർ ഇവിടുന്ന് ഗിഫ്റ്റ് തന്നത് ഇതാണ്. നവരത്നയ്ക്കും ഈ റിങ്ങിനൊക്കെ 25 വർഷത്തെ പാരമ്പര്യം കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. ബിക്കോസ് 25 ഇയേഴ്സ് പാരമ്പര്യമായിട്ടുള്ള ഒരു എന്താ നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഇഷ്ടം സമ്പാദിച്ച് പോകുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് നവരത്ന. സോ എനിക്ക് എന്താ ഇങ്ങനത്തെ റിങ് ഞാൻ ആദ്യമായിട്ട് കാണും. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗിന്നസ് റെക്കോർഡാണ്. കിസ്ന ഡയമണ്ട്സിന്റെ ബ്രാൻഡാണ്. 10 കോടിയാണ് കേട്ടോ, 10 കോടി. എല്ലാ കള്ളന്മാരും ബ്രാൻഡാണ്. ഇത് ഒരാഴ്ച ഈ ഷോപ്പിലുണ്ടാവും. എല്ലാവർക്കും കാണാൻ അവസരം വന്നോളൂ, എല്ലാവരും കാണാൻ വരും. എല്ലാവർക്കും ഒരു 1 വീക്ക് ടൈം ഈ റിങ് കാണാനായിട്ട് ഉള്ള അവസരമുണ്ട്. സോ എല്ലാവരും നവരത്നയിൽ വരിക, ഇത് കാണുക, എന്നിട്ട് പൊക്കോളാം.